ഹരി ഓം. ദശകം 29, ശ്ലോകം 5. അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്തുതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ധപരിപീതസുധം വ്യലാവീഹി. പദച്ഛേദം നോക്കാം. അസ്മാസു ഇയം, അതാണ് അസ്മാസുയം പ്രണീനീ ഇതി അസുരേഷു തേഷു. അസ്മാസുയം പ്രണയിനീത്യസുരേഷു തേഷു. പ്രണയിനീത്യസുരേഷു തേഷു. പ്രണയിനീ ഇതി അസുരേഷു, അതാണ് വരുന്നത്. പ്രണയിനീത്യസുരേഷു, ഒരുമിച്ച് പറയും. പ്രണയിനീത്യസുരേഷു തേഷു. ജോഷം സ്ഥിതേഷു അധ സമാപ്യ സുധാം സുരേഷു. ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്ത ലോക വശഗഃ നിജ രൂപം ഏത്യ. ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനും അർദ്ധ പരിപീത സുധം വ്യലാവീഹി. സ്വർഭാനുമർദ്ധപരിപീതസുധം വ്യലാവീഹി. അസ്മാസ്വയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ധപരിപീതസുധം വ്യലാവീഹി. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 4 നമ്മൾ പറഞ്ഞു, ആ അമൃത ആടിക്കുഴഞ്ഞൊലഞ്ഞ് നടന്നുകൊണ്ട് നന്നായിട്ടങ്ങനെ മോഹിനി വിളമ്പുകയാണ്. തേഷു അസുരേഷു ഇയം അസ്മാസു പ്രണീനീ ഇതി ജോഷം സ്ഥിതേഷു അധ. തേഷു അസുരേഷു, ആ അസുരന്മാർ ഇയം അസ്മാസു പ്രണയിനീ ഇതി ജോഷം സ്ഥിതേഷു അധ. ഇവൾ നമ്മളുടെ പേരിൽ പ്രണയമുള്ളവൾ തന്നെയാണ് എന്നും വെച്ച് മിണ്ടാതിരുന്നപ്പോൾ തൽക്ഷണം, അതാണ് പറയുന്നത്. അപ്പോൾ അസുരന്മാരെന്താ വിചാരിച്ചത്? അതുകൊണ്ടാണ് മിണ്ടാണ്ടെങ്കിരുന്നത്, ഇവൾക്ക് നമ്മളോട് പ്രണയമാണ് എന്ന് വിചാരിച്ചു മിണ്ടാതെ ഇരുന്ന ആ സമയത്ത് ഭക്തലോകവശഗഃ ത്വം സുധാം സുരേഷു സമാപ്യ. ഭക്തജനങ്ങൾക്ക് അധീനനായ അവിടുന്ന് സുധാം സുരേഷു സമാപ്യ, അമൃത് ദേവന്മാർക്ക് വിളമ്പിയെത്തിച്ചു. മുഴുവൻ അമൃതും ദേവന്മാർക്ക് കൊടുത്തു തീർത്തു. എന്നിട്ട് അർത്ഥപരിപീത സുധാം സ്വർഭാനും നിജരൂപം ഏത്യ വ്യലാവീഹി. അമൃത് പകുതി ഏതാണ്ട് അകത്താക്കിയ രാഹുവിനെ സ്വന്തം രൂപം കൈക്കൊണ്ടിട്ട് അവിടുന്ന് അറുത്ത് കളഞ്ഞുവല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മേനകയിൽ മയങ്ങിപ്പോയ ഈ അസുരന്മാർ അമൃത് വിളമ്പുന്നതിൽ അശേഷം ശ്രദ്ധിച്ചില്ല അവർ. എന്നാൽ രാഹു ആകട്ടെ ആ മായയാൽ ദേവനായിട്ട് ചമഞ്ഞ് അമൃത് വാങ്ങി അല്പം കഴിച്ചു. ആ അല്പം കഴിച്ച സമയത്ത് തന്നെയാണ് ഭഗവാൻ ആ സ്വന്തം രൂപം ധരിച്ചു വന്നിട്ട് ചക്രം കൊണ്ട് അവൻ്റെ കഴുത്തറത്തു. അപ്പോൾ മോഹിനിയുടെ ആ ശൃംഗാര ചേഷ്ടകളും അവളുടെ നടപ്പും ഭാഷണവും എല്ലാം കണ്ടും കേട്ട് സ്വയം മതിമറന്ന് വിഷയാസക്തന്മാരായി തീർന്ന അസുരന്മാർ മോഹിനിക്ക് തങ്ങളോട് അത്യധികമായ പ്രണയമുണ്ടെന്ന് കരുതിയിട്ട് മിണ്ടാതെ ഇരുന്നു. അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുമോ? ഇല്ല, ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു മായയാണ്. അപ്പോൾ അവരങ്ങനെ മിണ്ടാതിരുന്നു. അപ്പം ഈ ഭക്തന്മാരുടെ സേവകനായ വിഷ്ണു അമൃത് മുഴുവൻ ആ സമയം കൊണ്ട് എന്തു ചെയ്തു? ദേവന്മാർക്ക് വിളമ്പിയിട്ട് അമൃത് മുഴുവൻ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ആ സ്വരൂപം കൈക്കൊണ്ടു. എന്തിനാണ് പെട്ടെന്ന് സ്വരൂപം കൈക്കൊണ്ടി വന്നത്? അതിനിടയ്ക്ക് അമൃത് കഴിച്ച ആ രാഹുവിൻ്റെ കണ്ഠം വരെ എത്തിയിട്ടേ ഉള്ളൂ അമൃത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് രാഹുവിൻ്റെ കഴുത്ത് വിഷ്ണു ചക്രം കൊണ്ട് അപ്പം തന്നെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആ രാഹു തല ഭാഗം രാഹുവും ഉടൽ
കേതുവുമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് രാഹുകേതുക്കളുടെ ജനനം. അപ്പോൾ ഇതാരാണ് ഈ രാഹുവിനെ കാണിച്ചു കൊടുത്തത്? സൂര്യചന്ദ്രന്മാരാണ് കാണിച്ചു കൊടുത്തത് രാഹുവിനെ. വിഷ്ണുവിന് മനസ്സിലാക്കി കൊടുത്തത് സൂര്യചന്ദ്രന്മാരാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ജ്യോതിഷത്തിൽ ഇതെങ്ങനെ വരും നോക്കാം നമുക്ക്. ഈ സൂര്യനെ ഭൂമി ചുറ്റുന്ന ആ സങ്കല്പരേഖയെ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ 2 സ്ഥാനങ്ങളിൽ മുറിച്ച് കടക്കുന്നുണ്ട്. അപ്പോൾ ആ മുറിച്ച് കടക്കുന്ന ഭാഗത്തിന് ആരോഹണം എന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ അസെൻഡിങ് നോട്ട്, ആരോഹണ ബിന്ദു എന്നും, മുറിച്ച് ആ ഇറങ്ങുന്ന ഭാഗത്തിന് അവരോഹണ ബിന്ദു, എന്താണ് ഡിസെൻഡിങ് നോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോഹണ ബിന്ദുവിന് രാഹു എന്നും അവരോഹണ ബിന്ദുവിന് കേതു എന്നുമാണ് പറയുന്നത്. അപ്പോൾ ആ 2 ബിന്ദുക്കളും 7 രാശികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ രാശിചക്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാഹു നിൽക്കുന്നതിൻ്റെ 7ാം സ്ഥാനത്തായിരിക്കും കേതു നിൽക്കുന്നത്. എപ്പോഴും അങ്ങനെ പോവുകയുള്ളൂ. രാഹുവും കേതും 7 അപ്പോൾ ചന്ദ്രൻ ഒരു അർദ്ധ വൃത്താകാരം ചമച്ചുകൊണ്ടിട്ടാണ് ഈ ബിന്ദുക്കളെ മുറിച്ച് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ അകലം അനുസരിച്ച് ഈ രാഹുകേതുക്കൾ പരസ്പരം 7 രാശികളിലായിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഈ രാഹുകേതുക്കളുടെ കഥ എങ്ങനെയെന്ന് വെച്ചാൽ, അവരുടെ ജനനം എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സൈംഹികേയൻ എന്ന അസുരന് ഒരു വൃദ്ധ ബ്രാഹ്മണ വേഷമെടുത്തിട്ട് ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ കയറിയിരുന്നു അമൃതപാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അസുരന്മാരാരെങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ സൂര്യചന്ദ്രന്മാരാണ് കാവൽ നിന്നത്. അപ്പോൾ ഈ വൃദ്ധനായ ബ്രാഹ്മണൻ അമൃതം പാനം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യാദൃച്ഛികമായിട്ട് അവരുടെ ഈ ദംഷ്ട്ര കാണാനിടയായി. സൂര്യചന്ദ്രന്മാർക്ക് അങ്ങനെയാണ് സംശയം ഉണ്ടായത്. അപ്പോൾ ഈ അസുരന്മാർക്ക് ദ്രംഷ്ട ഉണ്ടല്ലോ, അത് കാണാനായിട്ട് ഇടവന്നു. അപ്പോൾ അങ്ങനെ അവർ സൂര്യചന്ദ്രന്മാർ ആ മഹാവിഷ്ണുവിന് സൂചന കൊടുത്തു, ഇത് അസുരനാണ് എന്ന് പറഞ്ഞിട്ട് സൂചന കൊടുത്തു. അപ്പോൾ ഉടനെ തന്നെ വിഷ്ണു സ്വന്തം രൂപം എടുത്തിട്ട് അവൻ്റെ കഴുത്തറുത്തു. പക്ഷെ കഴുത്തറുത്തുവെങ്കിലും ഈ അസുരൻ ഈ പാനം ചെയ്ത അമൃതിൻ്റെ പകുതി കഴുത്തിൻ്റെ മുകളിലും പകുതി കഴുത്തിന് താഴെയും ആയിട്ടിങ്ങനെ തങ്ങി നിന്നത് കാരണം തലയും ഉടലും ഇങ്ങനെ വെട്ടി വേർപെടുത്തിയിട്ടും ജീവൻ വിട്ടുപിരിഞ്ഞില്ല. അമൃതല്ലേ, അത് കാരണം ജീവൻ വിട്ടുപിരിഞ്ഞില്ല. പകുതി കണ്ടത്തിന് മേളിലും പകുതി കുറച്ച് കഴുത്തിന് താഴെയുമായിട്ട് നിന്നത് കാരണം അവരുടെ ജീവൻ പോയില്ല. അപ്പോൾ ആ അറ്റ ഉടൽ കേതുവായും ഉടലറ്റ ആ തലഭാഗം രാഹുവായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കപട ആ ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന ആ ബ്രാഹ്മണനെ സൂര്യചന്ദ്രന്മാർ ഒറ്റിക്കൊടുത്തതിൻ്റെ ആ വൈരാഗ്യം കാരണമാണ് ആ ഗ്രഹണ ദിവസങ്ങളിൽ ഈ രാഹുകേതുക്കൾ സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുന്നത് എന്നാണ് ആ കഥ പറയുന്നത്. അങ്ങനെയാണ് ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വദസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സോർഭാനുമർദ്ധപരിപീതസുധം വ്യലാവീ.